ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇപ്രാവശ്യം ഫ്രൈഡേ ഞങ്ങൾ മോളിലോട്ടാണ് വന്നത്. ഇവിടെ വരാനുള്ള മെയിൻ റീസൺ ഈ ഒരു പ്ലേരിയാണ് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ വട്ടം ടൈഗർ, ഇപ്രാവശ്യം കാങ്കാരു, അങ്ങനെ ഓരോ വീക്കും ഓരോന്നിൽ കയറുക. അതന്നെ ഇവിടെ കുറേ പ്ലേരിയ ഉണ്ട് കേട്ടോ കിഡ്സിന്. കുറേയെന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമുക്ക് പാർക്ക് അടുത്തുള്ളതുകൊണ്ട് അവിടെ എന്നും പോകാറുണ്ട്. പക്ഷേ ഇവിടെ വീക്ക്ലി വൺസാണ്, കുറച്ച് ദൂരമാണ് കൊണ്ടുവരുന്നത്. ഇതാണെങ്കിൽ മിലുവിന് ഇവിടുത്തെ ലൈറ്റ്സൊക്കെ കാരണം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറേ പ്ലേ ഏരിയയിലൊക്കെ കളിച്ചിട്ട് പിന്നെ നമ്മൾ ഒരു വൈകുന്നേരം 5 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ പാനിപൂരിയൊക്കെ ഓർഡർ ചെയ്തു. കാരണം രാവിലെ തൊട്ട് ഭയങ്കര ചൂടാണ്. അപ്പോൾ ചൂടൊക്കെ അറിയിട്ടാണ് ഞങ്ങൾ, വെയിലാണ്. അപ്പോൾ വെയിലത്ത് വരാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ വൈകുന്നേരമാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ പാനിപൂരിയൊക്കെ ഓർഡർ ചെയ്തിരിക്കുകയായിരുന്നു. കാരണം കാറൊക്കെ ഭയങ്കര പൊള്ളണ ചൂടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരമാണ് ഇറങ്ങിയത്. അങ്ങനെ പിന്നെ പാനിപ്പൂരി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത്, പാനിപ്പൂരിയും സേവ് പൂരിയാണ് ഓർഡർ ആക്കിയത്. ഞാൻ ആക്ച്വലി ആ പാനി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ സോസ് നമ്മൾ നോർമൽ സോസാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ഒരു ടാമറിൻ വാട്ടർ മാതിരി ഉണ്ട്. അതായത് വെറും പുളിക്കോ, അത് ഡൈല്യൂട്ട് ചെയ്യാത്ത പുളി പോലെ. ഞാനാണെന്നുണ്ടെങ്കിൽ അത് ഫുൾ ഒഴിച്ചു. പക്ഷേ കുഴപ്പമില്ല, വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞാനത് ആ ഒരു പുളി കൂടുതൽ ഒഴിച്ചുകൊണ്ടാണ് ആ ടേസ്റ്റ് മാറിയത്. പിന്നെന്താ, മിലുവിന് അവിടെ നിന്ന് ആരോ ഒരു ബലൂണൊക്കെ കൊടുത്ത് അങ്ങനെ അതൊക്കെ ആയിട്ട് അവൻ പറഞ്ഞ് പിന്നെയും അവന് ഒരു സാധനത്തിൽ കയറണം. അതായത് ഞങ്ങളൊരു ഞാനും മിലുവിനും ഒരു ഇങ്ങനെ ഫ്ലൈയിങ് പോലെയുള്ള, അതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ അതിൽ കയറിയെന്ന്. അപ്പോൾ അവന് വീണ്ടും അതിൽ കയറുന്നത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ വീണ്ടും കൊണ്ടുവന്ന്, പിന്നെ ഞാനും കയറി വീണ്ടും. അങ്ങനെ അതിനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടോ കുറച്ച് നേരം. അപ്പോൾ ആ ഗ്യാപ്പിൽ അവന് കാറൊക്കെ ഓടിച്ച്. ഞാനും മിലനും ഞാനിതിങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടതാണ്. ഇങ്ങനെ കുറേ വട്ടം നല്ല രസമുണ്ടായിരുന്നു. ഫ്ലൈയിങ് പോലെ, നല്ല മറ്റേ വണ്ടർലയിലൊക്കെ പോണ പോലെ. അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയേ. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവൻ്റെ കളിക്കാനുള്ള ഏരിയാസ് തന്നെ. നമുക്കൊന്നും പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാറില്ല. പാർക്കിലാണെന്നുണ്ടെങ്കിൽ ഞാനും ഇവൻ്റെ ഊഞ്ഞാലാടും. നമുക്കും കുറേ എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ കുട്ടികൾക്കുള്ള മാത്രമല്ലേ, അപ്പോൾ നമുക്ക് വലിയ രസമൊന്നുമില്ല. അങ്ങനെ എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇവൻ്റെ ഒരു അരഞ്ഞാണുണ്ടായിരുന്നേ, അപ്പോൾ അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി വേർത്ത് മേടിക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ മലബാറിൽ പോയപ്പോൾ കുഴപ്പമില്ല, വേറെ കുട്ടികളായിട്ട് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവുന്നില്ല. അവിടെ 2 കുട്ടികളങ്ങനെ നോക്കി, ഒരേ ട്വിൻസ് ആയിരുന്നു. അപ്പോൾ അവരെ ബാക്കിൽ ഇങ്ങനെ നടക്കുന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് മാറ്റി മേടിച്ചിട്ടില്ല. കാരണം അതിന് ഇവിടെ കുറച്ചുകൂടി ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്, നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കാൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയത് നേരെ മാക്സിലോട്ടാണ്. അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ കുറച്ച് ജോഗേഴ്സും ഋതു ഷോപ്പ് ചെയ്യുമായിരുന്നു. ഞാൻ ഇവനെ നോക്കി നിൽക്കുമായിരുന്നു. ഇവനെ പിന്നെ ഇങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇവൻ അതിൻ്റെ ഇടയിലും വേറെ കുട്ടികളൊപ്പൊക്കെ അങ്ങനെ പോയിക്കോളും. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് സെൻറ്റർ പോയിൻറ്റിലോട്ടൊന്ന് പോയി. പിന്നെ അങ്ങനെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആൾ ഉറങ്ങിപ്പോയി. പിന്നെ അവിടെ കിടന്ന് വാശിയായി, എണീക്കുന്നില്ല, വരുന്നില്ല. അങ്ങനെയൊക്കെ ഒരുവിധം പിടിച്ചുകൊണ്ട് വന്നു. പിന്നെ ഞങ്ങൾ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ഒന്ന് ഫ്രഷായിട്ട് വൈകുന്നേരം പിന്നെയും വൈകുന്നേരമല്ല, രാത്രി ലുലുവിലോട്ട് പോയേ. അവിടെ നിന്ന് ഇവനെ ഷൂവും പിന്നെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പുതിയ ഷൂ കിട്ടിയപ്പോൾ ആൾ ഹാപ്പി. ഇവനെ ഷൂസൊക്കെ സെലക്ട് ചെയ്യാനും അല്ലെങ്കിൽ എന്തും സെലക്ട് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര കോമഡിയാണ് കേട്ടോ. ഭയങ്കര എക്സ്പ്രഷൻസും പിന്നെ ഭയങ്കര ഒപ്പീനിയനൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നല്ല രസമാണ് കാണാൻ. അങ്ങനെ അത് ഷൂട്ടിട്ടൊന്ന് നടക്കുക, ഏതാ ഇഷ്ടമായെന്നൊക്കെ നമ്മൾ വെറുതെ ചോദിക്കുമ്പോൾ ആൾ ഭയങ്കര കാര്യമായിട്ടെടുക്കും. എന്നിട്ട് നടന്ന് നോക്കുക, അങ്ങനെ പിന്നെ അവിടെ നിന്ന് ചാടി നോക്കുക, ഷൂസ് ഓക്കെ ആണോ, അമ്മ അത് ഓക്കെ, ഇത് ബാഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നല്ല രസമാണ് കേട്ടോ ഇവൻ്റെ ഒപ്പം ഷോപ്പിങ്ങിന് പോകാൻ. അലമ്പല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ഭയങ്കര അലമ്പാക്കും അവന്. അപ്പോൾ ഇതാണ് അവനെ മേടിച്ച ഷൂസ്. അത് ഭയങ്കര ഇഷ്ടമായി. അത് പുറത്തൊന്നും വെക്കാനേ സമ്മതിക്കുന്നില്ല കേട്ടോ. ഇതൊന്നും എടുക്കാൻ സമ്മതിക്കുന്നില്ല. പിന്നെ ഒരു മസ്കാര വാങ്ങി, ഇത് 2 in 1 ആണ്. പിന്നെ ഒരു ലിപ്പ് ലൈനറും വാങ്ങി. മസ്കാര അടിപൊളിയാണ് കേട്ടോ. ലിപ്പ് ലൈനർ പിന്നെ എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല. പിന്നെ മിലുവിനൊരു പോട്ടി വാങ്ങി. ഇത് നാട്ടിലുണ്ടായിരുന്നേ, പക്ഷേ ഞങ്ങളത് ലഗേജ് വെയിറ്റ് കാരണം കൊണ്ടുവന്നില്ല. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ ഇവനെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞേ. അപ്പോൾ ഓരോന്ന് എടുത്ത് കൊണ്ടുവരണ്ടായിരുന്നു നോക്കിയാൽ.
അങ്ങനെ എല്ലാം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് അവനെ വേറെ ടോയ്സൊക്കെ ഞാൻ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലും കൂട്ടും എൻ്റെ ഒപ്പം. അപ്പോൾ അവനും തന്നെ അത് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ്. സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവയ്ക്കുക. പാല് പിന്നെ പൊന്താത്തതുകൊണ്ടാണ് എങ്ങനെ കയറ്റി കൊണ്ടുവന്നാലും തുണി അലക്കിയിടാൻ മീൻസ് വാഷിംഗ് മെഷീനിൽ കൊണ്ടിടാൻ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ നമ്മളെ വീട്ടു ജോലിയിലൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ ആശാന്. കാരണം ടോയ്സ് കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ആക്കിയത്. അങ്ങനെ പിന്നെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ ഫ്രിഡ്ജ് അടക്കലും തുറക്കലും, പിന്നെ ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ എടുത്ത് കിട്ടാനായിട്ട് അതിന് വേണ്ടി ഒരു കരച്ചിലൊക്കെ ഇങ്ങനെ പാസ്സായി അതിൻ്റെ ഇടയിൽ. അങ്ങനെ പിന്നെ കരച്ചിൽ മാറ്റണമെങ്കിൽ പിന്നെ ഞാൻ പിന്നെയും ഫ്രിഡ്ജൊക്കെ തുറന്ന് പിന്നെ അവനൊക്കെ അലമ്പാക്കിയിട്ടു. അങ്ങനെ അവൻ തന്നെ റെഡിയാക്കും, അവൻ തന്നെ അലമ്പാക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ആ ഷൂസ് അങ്ങോട്ട് കണ്ടപ്പോഴാണ് അവൻ്റെ കരച്ചിലൊക്കെ മാറിയത് കേട്ടോ. അങ്ങനെ പിന്നെ വീണ്ടും കുറച്ച് ഉള്ളിയും പച്ചക്കറിയും പുറത്തോട്ട് ഇട്ടിട്ട് വീണ്ടും അതൊക്കെ എടുത്ത് വയ്ക്കുക. അങ്ങനെ എനിക്ക് വീണ്ടും പണി തന്നിട്ട് അവൻ തന്നെ എന്നെ സഹായിക്കുക. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കലെന്നും. പിന്നെ എന്താ പറയുക, എന്തെങ്കിലും എടുത്തുകൊണ്ടിരാൻ പറഞ്ഞാൽ അമ്മ പോ പറയും. അങ്ങനെ അവൻ്റെ ആ പോട്ടിയിലൊക്കെ ഒന്ന് ഇരുന്ന് നോക്കും. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. ഇതാണ് ഞാൻ വാങ്ങിയ ലിപ് ഷെയ്ഡ് കേട്ടോ, കുഴപ്പമില്ല അല്ലേ. പിന്നെ മസ്കാര ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല, ഞാൻ ഇട്ട് നോക്കുമ്പം പറയാം. എനിക്കിഷ്ടമായി എന്തായാലും, രണ്ടും കുഴപ്പമില്ല. പിന്നെ അത് അച്ഛനും മോനും തമ്മിലുള്ള ഓരോ കളികളും സർക്കസും ഇതൊക്കെ തന്നെ. അപ്പോൾ ശരി, ബൈ.